കണ്ടുകൊണ്ടതിന് ശേഷം നമ്മൾ ചിത്രങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല. എന്താ ഒരു ലോങ് ഗ്യാപ്പിന് കാരണം? ഞാൻ പടം കഴിഞ്ഞിട്ട് ഐ വാസ് ട്രൈങ് ടു റൈറ്റ് ഒരു സ്മോൾ എക്സ്പെരിമെൻ്റൽ ഫിലിം വിച്ച് ഇസ് അബൌട്ട് റിലേഷൻഷിപ്പ്. ഒരു അനിൽ കുംബ്ലെയും ഒരു ചെറിയ കുട്ടിയുടെയും ഒരു റിലേഷൻഷിപ്പായിരുന്നു. അത് ഞാൻ യഥാർത്ഥത്തിൽ ഐ വാസ് എ വിറ്റ്നസ് ടു ദാറ്റ് റിലേഷൻഷിപ്പ്. ആ ഒരു കുട്ടി ഒരു മസ്കുലർ ഡിസ്ട്രോഫി വന്ന് അയാൾ തളരുമ്പോൾ അയാളുടെ ഒരു റിലേഷൻഷിപ്പ് വിത്ത് ക്രിക്കറ്റർ. ഐ മീൻ ആൻഡ് ആക്ച്വലി വാട്ട് ഹാപ്പൻഡ് ഇസ് ആ കുട്ടി അത് എഫക്റ്റഡ് ആയി ഇരിക്കുമ്പോൾ അനിൽ യൂസ് ടു കം ഇൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ദെൻ വെൻ അനിൽ വാസ് ഡൗൺ ദിസ് ബോയ് യൂസ് ടു റൈറ്റ് ലെറ്റേഴ്സ് ടു ഹിം സേയിങ് ദാറ്റ് യു ഷുഡ് തിങ്ക് യുവർ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ വെരി ഗുഡ്, നിങ്ങളാണ് ഏറ്റവും ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ, നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അയാളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ആൻഡ് ദേ വർ ബോത്ത് ടുഗെദർ. ആൻഡ് ദെൻ ആ കുട്ടി മരിക്കാനായപ്പോൾ ഇവിടെ അനിൽ കുംബ്ലെ വന്നിരുന്നു മദ്രാസ് ടെസ്റ്റ് മാച്ച് കളിക്കാനായിട്ട് പാകിസ്ഥാനോട്. ദെൻ ഹി സെഡ് യു വിൽ ഡു സംതിങ് സെൻസേഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ വെൻ ഹി കെയിം ടു വിസിറ്റ് ഹിം ദിസ് ബോയ് കുഡൻറ്റ് ഈവൻ മൂവ് ഹിസ് ഹാൻഡ്. സോ ഒരു കൈ വെച്ചിട്ട് ഹി വാസ് റൈറ്റിംഗ് ആൻഡ് ദാറ്റ് വാസ് so touching. And this boy said you will become the greatest. And then he died, and in 2 months later Anil Kumble went and took 10 out of 10 wickets. So that suddenly I felt that a relationship between a dying boy and a great test cricketer was a thing. And I wrote 6 drafts, onnalla 6 draft ezhuthi. പക്ഷേ അതിന് ശേഷം I felt that I was not, the message I was giving, the premise was that a handicapped person's ലക്ഷ്യം ഇസ് ഒരു സ്പോർട്സ്മാനെ മീറ്റ് ചെയ്യണതാണോ എന്ന് വന്നുപോയി. അങ്ങനെയല്ല, നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയാണ് തുടങ്ങിയത്. പക്ഷെ അത് എഴുതി വരുമ്പോൾ ഒരു തളർച്ചയിൽ മരിക്കുന്ന ഒരു കുട്ടിയുടെ ആത്മാവ് ഇസ് ദാറ്റ്, അതാണോ ജീവിത ലക്ഷ്യം എന്ന് ഐ ഫെൽറ്റ്. ഐ വാസ് നോട്ട് ഗിവിങ് എനി ഹോപ്പ് ടു ദ ഹാൻഡിക്യാപ്ഡ് ഇൻ ദ എൻഡ്. സോ എഴുതി കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ല, നോട്ട് ദാറ്റ് you feel you're not giving the right message. So it is better that the agony is mine and not the audience's. ഇപ്പോഴത്തെ പുതിയ പ്രോജക്റ്റ് ധുൻ ആണല്ലോ. Actually people have been saying it's a remake of Abhiman, but it's not. It's actually a modern interpretation of a human relationship with music as a background. വളരെയധികം വ്യത്യാസമുണ്ട് അതിന്. ഇതൊരു 3-act സ്ട്രക്ചർ ആണ്, അതൊരു 2-act സ്ട്രക്ചർ ആണ്. So it's like a lot of difference between the two. പക്ഷേ അത് it's something that you have to wait and watch. കണ്ടുകൊണ്ടേനാണെങ്കിലും മിൻസാരക്കനവാണെങ്കിലും അതിലൊരു നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ആ ഒരു സ്റ്റാർ കാസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. സോ ഇസ് ഇറ്റ് ശരിക്കും ഒരു വേണച്ചിട്ടൊരു പാൻ ഇന്ത്യൻ ഒരു ഫീച്ചർ ഇത് കൊടുക്കാനാണോ, അതോ യു വാണ്ടഡ് ഓൾ ദീസ് പീപ്പിൾ? ഇല്ല, അതല്ല. ആക്ച്വലി many people think it's a commercial reason, but if you go and ask Manju Warrier, she will tell you that I approached Manju Warrier first for Kandugondain and not Aishwarya Rai. പക്ഷേ she couldn't do it. And for Tabu's character I had approached Soundarya. അവർ രണ്ടുപേരും ചെയ്യാൻ പറ്റാത്ത ഇതിലാണ്. ഇതിപ്പോൾ ആരും വിശ്വസിക്കില്ല, but you have to ask Manju Warrier to clarify it. And when ഒരു cinematographer, when you make a movie, frames become visually ഭയങ്കര റിച്ച് ആയിരിക്കും, പക്ഷേ സ്റ്റോറി ചിലപ്പോൾ ഡൈലൂട്ടായി പോകും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. What is your take on that? അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? See, it's like saying that women don't make good directors. Is it right? Your wife should not hear that. No, is it right? No. It's not. The number of women directors are less. That doesn't mean women are not good directors. Indian നിന്ന് വന്നിരിക്കുന്ന internationally successful directors are women. Right. We have produced Meera Nair, we have but the number of women who have done it is less. That doesn't mean we can make a sweeping statement like women are not successful directors. Similarly, the number of people who have made forays into directors probably have not studied the craft of writing, because ultimately in India direction is not about direction. It is about അത് ആക്ച്വലി ഒരു കഥ പറയാണ് നമ്മൾ. സോ കഥയുടെ ഐ മീൻ അസ്ഥിവാരം എന്താണ്, അതിൻ്റെ ഇമോഷൻ എന്താണ്, അതിൽ നിന്ന് പ്രൊട്ടാഗനിസ്റ്റിൻ്റെ ജേർണി എന്താണ്, അതിൻ്റെ ആ ക്യാരക്ടർ ആർക്ക് എന്താണ്, ആ സാധനങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് ഒരു കഥയിൽ. യു മേക്ക് ഒരു ബാഡ് സിനിമാറ്റോഗ്രഫി വെച്ച് ഒരു നല്ല കഥയുണ്ടെങ്കിലും ആൾക്കാർ പോയി കാണും. പക്ഷെ എത്ര നല്ല ഫോട്ടോഗ്രാഫി ഉണ്ടെങ്കിലും കഥ ശരിയില്ലെങ്കിൽ ആൾക്കാർ പോയി കാണില്ല. സോ വെൻ യു റൈറ്റ്, വെൻ യു കൺസീവ് എ സ്ക്രിപ്റ്റ്, ഒരു സ്ക്രിപ്റ്റിനെ വിചാരിച്ച് എഴുതുന്ന സമയത്ത് യുവർ സിനിമാറ്റോഗ്രാഫർ ഇൻ യു ഡോമിനേറ്റ്സ് ഇറ്റ്, ഓർ ആഡ് ഫിലിം മേക്കർ ഇൻ യു, ഓർ ദ ഡയറക്ടർ? ദി ആഡ് ഫിലിം മേക്കർ ഓൺലി ഹെൽപ്സ് യു. ഒരു ഒരു വലിയൊരു സീക്വൻസ് എഴുതുന്നതിനെക്കാട്ടിലും അതൊരു കുറച്ച് ഷോട്ടുകളിൽ ചില ടൈം ട്രാൻസിഷൻസ് ചെയ്യാനായിട്ട് നമുക്ക്
പറ്റും. എന്തുകൊണ്ട് ഇതുവരെയും രാജീവ് മേനോൻ ഒരു മലയാളം സിനിമ ചെയ്തിട്ടില്ല? I mean, actually, that I also don't know. I love certain films. I mean, I love the films of ഒരു കെ ജി ജോർജിൻ്റെയും പത്മരാജൻ്റെയും ഫിലിംസൊക്കെ നമ്മൾ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്ത്. ആൻഡ് ഓൾസോ I wanted to be an assistant to Arvindan sir, and I went and met him also. പക്ഷെ എന്തോ ഇങ്ങനെ സ്ലിപ്പായി ഞാൻ ഇവിടെ തമിഴിൽ വന്നിട്ട് ഇപ്പോൾ ഞാൻ തമിഴിലും ഇല്ല മലയാളത്തിലും ഇല്ലാണ്ട് പൊള്ളാച്ചിയിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആടുകയാണ്. ഇപ്പോൾ തെൻകാസി പട്ടണമാണ് ഞാൻ. നിങ്ങളൊക്കെ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ ചെന്നൈ അല്ലേ? യൂഷ്വലി മലയാളം ഇൻഡസ്ട്രി ശരിക്കും നിങ്ങളൊരു ഏലിയനായിട്ട് നിർത്തി തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? യു ആർ ആൻ ഔട്ട്സൈഡർ അങ്ങനെ? It's not their fault, it's my fault. You have never been. ഞാൻ അവിടെ പടം എടുത്തു കഴിഞ്ഞാൽ I'm sure they'll accept me. Looking at your ads, ഒരു പീപ്പിൾ ഒരു ഇമോഷണൽ ടച്ച് എല്ലാ ആഡ്സിലും. വെൻ ലുക്ക് അറ്റ് ദ ബ്രൂവിൻ്റെ ഷുഗർ ബോയ് എന്ന് പറയുന്നതും പിന്നെ ഏഷ്യൻ പെയിൻസിൻ്റെ ആഡ് ആണെങ്കിലും പിന്നെ അങ്ങനെ ഒരു പണ്ടനായ കറക്റ്റ് എല്ലാത്തിലും ഒരു ഏഷ്യൻ പെയിൻസിൻ്റെ പിന്നെ മറ്റേ ഫിലിപ്സിൻ്റെ എല്ലാ അച്ഛന് മകൾ കൊടുക്കുന്ന എല്ലാത്തിലും ഹ്യൂമൻ ടച്ച്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ആഡിൽ എന്തെങ്കിലും ഒരു ഹ്യൂമൻ ഇമോഷൻ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബെറ്റർ യുനോ. ഇപ്പോൾ ഒരു പെയിൻറ്റ് എന്ന് പറഞ്ഞ സാധനം അത് വാളിൽ പെയിൻറ്റ് അടിക്കുകയാണ്. ആ പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നാട്ടിൽ പോകണം, ഇത് എൻ്റെ അമ്മൂമ്മയുടെ വീട്ടിൽ പെയിൻറ്റ് അടിക്കണം, ഞാൻ അതിങ്ങനെ കുറേ സമയം നോക്കിയിരിക്കും. സോ ഓൾ ദ ചിൽഡ്രൻ വാച്ച് പെയിൻറ്റിങ്. സോ ഈ പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ബോറിംഗ് തിങ് ആണ് അഡൾട്ട്സിന്, പക്ഷേ കുട്ടികൾക്ക് അത് വളരെ ഫാസിനേറ്റിംഗ്. സോ ദെയർഫോർ ദെയർ മസ്റ്റ് ബി എ ചൈൽഡ് എലിമെൻറ്റ് ഇൻ എ പെയിൻറ്റിങ് ഫിലിം. അത് കാരണം കൊണ്ടാണ് യുനോ സുരേഷ് ബാബു എഴുതിയിരിക്കുന്ന പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം വിച്ച് ഇസ് ടേക്കൺ ഫ്രം കുഞ്ചൻ നമ്പ്യാർസ് വർക്ക്. that connection becomes strong. So the word hooks the child. അതേമാതിരി തന്നെ കാലം മാറി കഥ മാറി കാലാവസ്ഥ മാറി. കാലാവസ്ഥയെ പറ്റി പറയേണ്ട ആവശ്യമില്ല, പക്ഷേ എല്ലാവരും കേരളത്തിൽ പറയണതെന്ന് പറഞ്ഞാൽ ഇപ്പം മഴ ഇപ്പോൾ വരുന്നില്ല, കാലാവസ്ഥ മാറിയിരിക്കുകയാണ്. അപ്പം കാലാവസ്ഥ മാറണം കൊണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ കോൺസിക്വൻസസ്? പായൽ അധികം വരുന്നുണ്ടോ, മഴ അധികമാണോ കുറവാണോ, യുനോ all the messages come together.